ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 1/2024. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 3/1/2024. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എ. Name of the post Ayurveda Therapist, Department Pharmaceutical Corporation, IM Kerala Limited, Indian Systems of Medicine. Category number 97/2023, 98/2023, 194/2023. Maximum mark 100 mark. Time 1 മണിക്കൂർ 30 മിനിറ്റ്. അഷ്ടാംഗ ഹൃദയത്തിന്റെ രചയിതാവ് ആര്? ശരിയായ ഉത്തരം വാഗ്ഭടാചാര്യൻ. വാതദോഷത്തിന് ആധിക്യമുള്ള ദേശം ഏത്? ശരിയായ ഉത്തരം ജാങ്കല ദേശം. പരിചാരകന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ ഗുണങ്ങൾ ഏവ? ശരിയായ ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. സാമർത്ഥ്യം, ശുചിത്വം, ബുദ്ധി, പാടവം. നാലാമത്തെ ചോദ്യം. അഭ്യംഗത്തിന്റെ ഗുണമായി പറയപ്പെട്ടിട്ടില്ലാത്തത് ഇവയിൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കഫഹാരം. അഞ്ചാമത്തെ ചോദ്യം. അവനവന്റെ അർദ്ധശക്തിക്കൊത്ത വിധം വ്യായാമം വിധിച്ചിട്ടുള്ള കാലം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹേമന്തം, ശിശിരം. ശാരീരിക വേഗങ്ങളുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണ്. അവയെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇവ രണ്ടുമാണ്. ഏഴാമത്തെ ചോദ്യം. ലോഭം, ഈർഷ്യ, ദേഷ്യം തുടങ്ങിയവ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രണ്ടും ആണ്. ധാതുക്കളുടെയും അവയുടെ വിശിഷ്ട കർമ്മങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാംസ ലേപനം. ഒമ്പതാമത്തെ ചോദ്യം. വിശപ്പ്, ദാഹം, രുചി, ശരീരമാർദ്ദവം എന്നിവയെ നിർവഹിക്കുന്നത് വിശേഷണ ഏത് ദോഷമാണ്? ശരിയായ ഉത്തരം പിത്തം. പത്താമത്തെ ചോദ്യം. വാദത്തിന്റെയും പിത്തത്തിന്റെയും വിശേഷ സ്ഥാനമായി പറയപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്പർശനേന്ദ്രിയം. 11ാമത്തെ ചോദ്യം. പുരീഷം, മൂത്രം, ആർത്തവം എന്നിവയുടെ ശരിയായ പുറന്തള്ളൽ നിർവഹിക്കുന്നത് ഈ വായു ആണ്. ശരിയായ ഉത്തരം അപാനവായു. 12ാമത്തെ ചോദ്യം. മധുരം, അമ്ലം, ലവണം എന്നീ രസങ്ങളുള്ള ഭോജ്യങ്ങൾ ഏതു ദോഷത്തിന്റെ ഉപക്രമമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? വാതദോഷോപക്രമം. 13ാമത്തെ ചോദ്യം. പഴകിയ മദ്യങ്ങളും ഉറക്കമിളപ്പും ഏതു ദോഷത്തിന്റെ ഉപക്രമമായി പറഞ്ഞിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഫം. 14ാമത്തെ ചോദ്യം. കഫവാത സംസർഗത്തിൽ ചികിത്സയായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് ഋതുചര്യ ക്രമമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വസന്തചര്യ. 15ാമത്തെ ചോദ്യം. അപാനകോപത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഔഷധ സേവനകാലം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്നത്തിന്റെ ആദിയിൽ. 16ാമത്തെ ചോദ്യം. ഹൃദയം ഏത് സ്രോതസ്സിന്റെ മൂലസ്ഥാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രാണവഹ സ്രോതസ്. 17ാമത്തെ ചോദ്യം. വലത്തെ ശ്വാസകോശത്തിന് സാധാരണ നിലയിൽ എത്ര ലോബുകളാണ് ഉള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3. 18ാമത്തെ ചോദ്യം. സുഷുമ്ന നാഡിയിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ സ്പൈനൽ നെർവ്സ് എത്ര? ശരിയായ ഉത്തരം 31 ജോഡി. 19ാമത്തെ ചോദ്യം. ഏത് അസ്ഥിയിലാണ് ശ്വാതേന്ദ്രിയം ഇയർ സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ടെമ്പറൽ. 20ാമത്തെ ചോദ്യം. സർവസന്ധികളിലും കാണപ്പെടുന്ന കലയുടെ പേര് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
ശ്ലേഷ്മധരകല. 21-ാമത്തെ ചോദ്യം. ഏതു മാസത്തിലാണ് ഗർഭത്തിന് ബുദ്ധിവികാസം സംഭവിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6-ാം മാസം. 22-ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ വാരിയല്ല് റിംബ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12-ാമത്തെ. 23-ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിന്റെ ആവശ്യത്തിന് എത്ര പാളികൾ ലെയർ ഉണ്ട്? ശരിയായ ഉത്തരം 3. ഏതെല്ലാം അസ്ഥികൾ ചേർന്നാണ് ജാനുസന്ധി കാൽമുട്ടിന്റെ സന്ധി രൂപം കൊണ്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഫീമർ, പാറ്റല്ല, ടിബിയ. അണ്ഡാശയത്തിൽ നിന്നും ഓവറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഈസ്ട്രജൻ. 26-ാമത്തെ ചോദ്യം. അസ്ഥിയുടെ ഉപധാതു ഏതാണ്? ശരിയായ ഉത്തരം ദന്തം. 27-ാമത്തെ ചോദ്യം. ജീവനം ഏത് ധാതുവിന്റെ വിശിഷ്ട കർമ്മമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രക്തം. 28-ാമത്തെ ചോദ്യം. ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന പിത്തത്തിന്റെ വകഭേദം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭ്രാജകം. 29-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏതു വിഭാഗത്തിലാണ് വസ്തിമർമ്മം ഉൾപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സദ്യപ്രാണഹരം. 30-ാമത്തെ ചോദ്യം. ഒന്നാമത്തെ കശേരുവിന്റെ ഫസ്റ്റ് സർവൈക്കൽ പേരെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അറ്റ്ലസ്. ദഹന പ്രക്രിയയിൽ കൊഴുപ്പിന്റെ ദഹനം നടത്തുന്നത് ഏത് എൻസൈമുകളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലിപ്പേഴ്സ്. 32-ാമത്തെ ചോദ്യം. ചെവിയിലെ അസ്ഥികളിൽ കർണപുടത്തിലേക്ക് ഇയർ ഡ്രം ബന്ധിച്ചിരിക്കുന്ന അസ്ഥി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാലിയസ്. 33-ാമത്തെ ചോദ്യം. ഒരു കാലിൽ എത്ര ടാർസൽ അസ്ഥികളുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7. 34-ാമത്തെ ചോദ്യം. വർത്തി ഉണ്ടാക്കാനുള്ള ശരിയായ രീതി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. 1. മരുന്നുകൾ പൊടിച്ച് ഉരുക്കിയ ശർക്കരയുമായി ചേർത്തിളക്കി ആവശ്യാനുസരണം ഉരുട്ടി ഉണക്കിയെടുക്കുക. 2. മരുന്നുകൾ കുഴമ്പു രൂപത്തിൽ ഘടികാചൂർണം ചേർത്ത് അരച്ചെടുത്ത് ആവശ്യാനുസരണം ഉരുട്ടിയെടുത്ത് ഉണക്കിയെടുക്കുക. 3. മരുന്നുകൾ പൊടിച്ച് ശുദ്ധി ചെയ്ത് ഗുഗ്ഗുലവുമായി ചേർത്തിളക്കി ആവശ്യാനുസരണം ഉരുട്ടി ഉണക്കിയെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ശരിയുത്തരം 1 ആണ്. മരുന്നുകൾ പൊടിച്ച് ഉരുക്കിയ ശർക്കരയുമായി ചേർത്തിളക്കി ആവശ്യാനുസരണം ഉരുട്ടി ഉണക്കിയെടുക്കുക. 35-ാമത്തെ ചോദ്യം. മാധുതൈലിക വസ്തുയുടെ ഘടകങ്ങളുടെയും അവയുടെ അളവിന്റെയും കണക്കിൽ ഏതാണ് ശരി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മധു, തൈലം, എരണ്ട മൂലപാതം എന്നിവ സമം ശതകുപ്പ പകുതി, ഇന്ദുപ്പ് 1/4, മലങ്കാരക്ക 1. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. ജിലേബിയും പേയയും യവാഗുവും ഉണ്ടാക്കുവാൻ യഥാക്രമം അരിയുടെ 4 ഇരട്ടിയും 14 ഇരട്ടിയും 16 ഇരട്ടിയും ആണ് വെള്ളം ചേർക്കേണ്ടത്. 37-ാമത്തെ ചോദ്യം. ഈ പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 1. ഗ്രാം, മില്ലിഗ്രാം മുതലായവ ഭൗതവമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. 2. ലിറ്റർ, മില്ലി ലിറ്റർ മുതലായവ ധ്രുവയമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. 3. സെക്കൻഡ്, മിനിറ്റ് മുതലായവ മാഗധമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. 4. മീറ്റർ, സെന്റിമീറ്റർ മുതലായവ പായമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ശരിയുത്തരം 3ഉം 4ഉം ആണ്. അതായത് സെക്കൻഡ്, മിനിറ്റ് മുതലായവ മാഗധമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. മീറ്റർ, സെന്റിമീറ്റർ മുതലായവ പായമാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഏകകങ്ങളാണ്. 38-ാമത്തെ ചോദ്യം. കഷായം പാകപ്പെടുത്തുമ്പോൾ ഇതിൽ ഏതാണ് ശരി? പ്രാണികളും മറ്റും വീണ് വിഷാക്തമാകാതിരിക്കാനായി പാത്രം മൂടി കൊണ്ട് അടച്ച് വേണം
കഷായം വേവിക്കുവാൻ. 2. അടച്ചു വേവിച്ചാൽ കഷായം ദുർജലമാകും എന്നതിനാൽ പാത്രം മൂടാതെയാണ് കഷായം വേവിക്കേണ്ടത്. 3. മരുന്നുകളുടെ രസവീര്യങ്ങൾ നന്നായി ഇറങ്ങുവാൻ പാത്രം മൂടികൊണ്ട് അടച്ചു വേണം കഷായം വേവിക്കുവാൻ. 4. ആവശ്യാനുസരണം ദ്രവ്യങ്ങൾ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാനായി പാത്രം മൂടാതെയാണ് കഷായം വേവിക്കേണ്ടത്. ശരിയുത്തരം 2 ആണ്. അടച്ചു വേവിച്ചാൽ കഷായം ദുർജലമാകും എന്നതിനാൽ പാത്രം മൂടാതെയാണ് കഷായം വേവിക്കേണ്ടത്. 39-ാമത്തെ ചോദ്യം. കഷായം ഉണ്ടാക്കാനെടുക്കുന്ന ജലത്തിന്റെ അളവ് എപ്രകാരമായിരിക്കണം എന്നാണ് ശാർങ്ഗധരാചാര്യന്റെ അഭിപ്രായം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മൃദുദ്രവ്യങ്ങൾക്ക് 4 ഇരട്ടി, കഠിന ദ്രവ്യങ്ങൾക്ക് 8 ഇരട്ടി, മധ്യമ ദ്രവ്യങ്ങൾക്ക് 8 ഇരട്ടി, അതികഠിന ദ്രവ്യങ്ങൾക്ക് 16 ഇരട്ടി. 40-ാമത്തെ ചോദ്യം. വിഭാഗത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? 1. വാഗ്ഭടന്റെ അഭിപ്രായത്തിൽ മധുരവും ലവണവും മധുര വിഭാഗമായും അമ്ളം അമ്ല വിഭാഗമായും കഷായ കടു തിക്തരസങ്ങൾ കടു വിഭാഗമായും മാറുന്നു. 2. സുശ്രുതന്റെ അഭിപ്രായത്തിൽ മധുരം കടു എന്നിങ്ങനെ വിഭാഗങ്ങൾ 2 എണ്ണമാണ്. 3. നാഗാർജുനന്റെ അഭിപ്രായത്തിൽ ശീത സ്നിഗ്ധ ഗുരു പിച്ചിലങ്ങൾ ഗുരുവിഭാഗമായും ലഘു രൂക്ഷ വിശദ തീക്ഷ്ണങ്ങൾ ലഘുവിഭാഗമായും മാറുന്നു. 4. പരാശരന്റെ അഭിപ്രായത്തിൽ കടുരസം കടുവിഭാഗമായും അമ്ളം അമ്ലവിഭാഗമായും മധുര ലവണ കഷായ തിക്തരസങ്ങൾ മധുര വിഭാഗമായും മാറുന്നു. ശരിയുത്തരം ഓപ്ഷൻ ഡി. 1, 2, 3, 4 ശരിയാണ്. 41-ാമത്തെ ചോദ്യം. ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? 1. ഗുരു ലഘു മന്ദം തീക്ഷ്ണം എന്നിവ സാമാന്യ ഗുണങ്ങളിൽ പെട്ടതാണ്. 2. വ്യവായി വികാശി ആശുകാരി എന്നിവ കർമ്മണ്യ ഗുണങ്ങളിൽ പെട്ടതാണ്. 3. സംയോഗം യുക്തി വിഭാഗം എന്നിവ ചികിത്സോപയോഗ ഗുണങ്ങളിൽ പെട്ടതാണ്. 4. വിശ്രം മൃത്സ്നം മത്സ്രണം എന്നിവ വിശിഷ്ട ഗുണങ്ങളിൽ പെട്ടതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 1, 3 ശരിയാണ്. അതായത് ഗുരു ലഘു മന്ദം തീക്ഷ്ണം എന്നിവ സാമാന്യ ഗുണങ്ങളിൽ പെട്ടതാണ്. 3. സംയോഗം യുക്തി വിഭാഗം എന്നിവ ചികിത്സോപയോഗ ഗുണങ്ങളിൽ പെട്ടതാണ്. 42-ാമത്തെ ചോദ്യം. അഷ്ടവിധ വീര്യങ്ങൾ ഈ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ഗുരു ശീതം മൃദു രൂക്ഷം ലഘു ഉഷ്ണം തീക്ഷ്ണം സ്നിഗ്ധം എന്നിവ. 43-ാമത്തെ ചോദ്യം. ഒരു രോഗിക്ക് സാമുദ്രികമായി ഔഷധം നൽകാൻ നിർദ്ദേശിക്കപ്പെട്ട എന്താണ് അർത്ഥം? ആഹാരം നൽകുന്നതിന് തൊട്ടു മുമ്പും ശേഷവുമായി ഔഷധം നൽകണം. 44-ാമത്തെ ചോദ്യം. പ്രഭാവജ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 1. പാല് മലശോധന ഉണ്ടാക്കുന്നതിന്റെ കാരണ പ്രഭാവമാണ്. 2. കുരുമുളക് കാസം ശമിപ്പിക്കുന്നതിന്റെ കാരണം പ്രഭാവമാണ്. 3. കുടജം അതിസാരം ശമിപ്പിക്കുന്നതിന്റെ കാരണം പ്രഭാവമാണ്. 4. ചിത്രകം ദീപനവും പാചനവും ചെയ്യുന്നതിന്റെ കാരണം പ്രഭാവമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3, 4 തെറ്റാണ്. 45-ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ശരിയും തെറ്റും ഏതൊക്കെയാണ്? 1. സ്നേഹനം പുടപാകം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ വസ മജ്ജ മേധസ് എന്നിവ ഉൾപ്പെടുന്നു. 2. രോപണ പുടുപാകം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ മുലപ്പാല് കയ്പ് രസമുള്ള ദ്രവ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 3. സ്നേഹന പുടപാകം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ മധുര രസദ്രവ്യങ്ങൾ നെയ്യ് എന്നിവ ഉൾപ്പെടുന്നു. 4. ലേഖന പുടപാകം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ ലോഹചൂർണം അന്നഭേദി ഇന്ദുപ്പ് എന്നിവ ഉൾപ്പെടുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 1, 2, 3, 4 ശരിയാണ്. 46-ാമത്തെ ചോദ്യം.
അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഒരു ഫലം എന്നാൽ 48 ഗ്രാമും ഒരു മാനിക എന്നാൽ 384 ഗ്രാമും ഒരു ആടകം എന്നാൽ 64 ഫലവുമാണ്. 2. ഒരു ഫലം എന്നാൽ 48 ഗ്രാമും ഒരു മാനിക എന്നാൽ 384 ഗ്രാമും ഒരു ദ്രോണം എന്നാൽ 286 ഫലവുമാണ്. 3. ഒരു ഫലം എന്നാൽ 48 ഗ്രാമും ഒരു പ്രസ്ഥം എന്നാൽ 768 ഗ്രാമും ഒരു ദ്രോണം എന്നാൽ 3072 ഗ്രാമുമാണ്. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ഉത്തരം. ഒരു മാഷം എന്നാൽ 12 ഗ്രാമും ഒരു മാനിക എന്നാൽ 768 ഗ്രാമും ഒരു ദ്രോണം എന്നാൽ 12 പ്രസ്ഥവുമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. അതായത് ഒരു ഫലം എന്നാൽ 48 ഗ്രാമും ഒരു മാനിക എന്നാൽ 384 ഗ്രാമും ഒരു ആടകം എന്നാൽ 64 ഫലവുമാണ്. ഒരു ഫലം 2. ഒരു ഫലം എന്നാൽ 48 ഗ്രാമും ഒരു മാനിക എന്നാൽ 384 ഗ്രാമും ഒരു ദ്രോണം എന്നാൽ 286 ഫലവുമാണ്. 47ാമത്തെ ചോദ്യം. ക്രിയാക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള ഈ പട്ടികകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ദ്രവ്യം എരണ്ടപത്രം. ക്രിയാക്രമം ഇലക്കിഴി. ഫലപിപ്പലി. ക്രിയാക്രമം വമനം. ദ്രവ്യം ത്രിവൃത്. ക്രിയാക്രമം വിരേചനം. ദ്രവ്യം അപാമാർഗം. ക്രിയാകർമ്മം നസ്യം. ദ്രവ്യം ശതകുപ്പ. ക്രിയാക്രമം ആസ്ഥാപനം. 48ാമത്തെ ചോദ്യം. ഭോഷജമാർഗം, പ്രയോഗം, രോഗസ്ഥാനം എന്നിവകളുടെ പരസ്പര ബന്ധം ശരിയായി കാണിക്കുന്ന പട്ടിക ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ഭോഷജമാർഗം, പ്രയോഗം, മുഖമാർഗം, രോഗസ്ഥാനം, ആമാശയം. ഭോഷജമാർഗം, പ്രയോഗം, നാസാമാർഗം, രോഗസ്ഥാനം, ഊർധ്വജഠ്രു. ഭോഷജമാർഗം, പ്രയോഗം, ഗുദമാർഗം, രോഗസ്ഥാനം, പക്വാശയം. ഭോഷജമാർഗം, പ്രയോഗം, പിണ്ഡി, രോഗസ്ഥാനം, നേത്രം. ഭോഷജമാർഗം, പ്രയോഗം, ധൂപനം, രോഗസ്ഥാനം, കർണം. 49ാമത്തെ ചോദ്യം. സിരാവേദം എന്ന ചികിത്സയെ സംബന്ധിച്ച് 2 സൂചനകൾ താഴെ കൊടുക്കുന്നു. ഇത് പരിശോധിച്ച് ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തുക. സൂചന 1. 20 വയസ്സ് തികയാത്തവരിൽ സിരാവേദം പാടില്ല. സൂചന 2. 70 വയസ്സ് കഴിഞ്ഞവരിൽ സിരാവേദം പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. സൂചന 2 മാത്രമാണ് ശരി. അതായത് 70 വയസ്സ് കഴിഞ്ഞവരിൽ സിരാവേദം പാടില്ല. താഴെ സൂചിപ്പിക്കുന്നതിൽ വസ്തി ചികിത്സയെ സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. നിരൂപവസ്തി, ഉത്തരവസ്തി, അനുവാസനവസ്തി എന്നിവയാണ് വസ്തിയുടെ ഭേദങ്ങൾ. 51ാമത്തെ ചോദ്യം. കഴുത്തിന് മുകളിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ശോധന ചികിത്സ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. നസ്യം. 52ാമത്തെ ചോദ്യം. ഏറ്റവും ശ്രേഷ്ഠമായ വമന ഔഷധം ഏതാണ്? ശരിയായ ഉത്തരം അലങ്കാര. 53ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ എല്ലാ ഋതുക്കളിലും വിരേചന ഔഷധമായി ഉപയോഗിക്കാവുന്നത് തിരഞ്ഞെടുക്കുക. കല്യാണക ഗുഡം. 54ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. ഉപനാഹസ്വേദം ആഗ്നേയമാണ്. 2. ഉപനാഹസ്വേദം അനാഗ്നേയമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 2 പ്രസ്താവനകളും ശരിയാണ്. 55ാമത്തെ ചോദ്യം. സാധാരണയായി എത്ര ശാരീരിക നിലകളിൽ കായസേകത്തിനായി രോഗിയെ ധാരാപാത്തിയിൽ ക്രമീകരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 7. 56ാമത്തെ ചോദ്യം. താഴെ വിവരിക്കുന്നതിൽ ബഹിപരിമാർജന ചികിത്സ ഏതാണ്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉദ്വർത്തനം. 57-ാമത്തെ ചോദ്യം. ശിരോവസ്തി തുടർച്ചയായി പരമാവധി എത്ര ദിവസം ചെയ്യാം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7. 58-ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക സ്ഥലത്ത് ദുഷിച്ചിരിക്കുന്ന രക്തത്തെ പുറത്തു കളയുന്നതിന് ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രച്ഛാന്നം. താഴെ പറയുന്നവയിൽ സ്വേദത്തിന്റെ അതിയോഗം മൂലം സംഭവിക്കാവുന്ന അവസ്ഥകളിൽ ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി രക്തകോപം ആൻഡ് ജ്വരം. 60-ാമത്തെ ചോദ്യം. പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട ശോധന ചികിത്സ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിരേചനം. 61-ാമത്തെ ചോദ്യം. ധാരാപാത്തി തയ്യാറാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1 വേപ്പ്, കരിങ്ങാലി, ഇലഞ്ഞി എന്നിവ ഉപയോഗിക്കാം. 2 നീർമരുത് ഉപയോഗിക്കരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. അതായത് വേപ്പ്, കരിങ്ങാലി, ഇലഞ്ഞി എന്നിവ ഉപയോഗിക്കാം. 62-ാമത്തെ ചോദ്യം. ഏറ്റവും പിത്തശമനമായ സ്നേഹന ഔഷധം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഘൃതം. 63-ാമത്തെ ചോദ്യം. ഹ്രസ്വമാത്രയിൽ നടത്തുന്ന സ്നേഹപാനം എത്ര സമയം കൊണ്ട് ദഹിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 6 മണിക്കൂർ. 64-ാമത്തെ ചോദ്യം. മൂർദ്ധതൈല ഭേദങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. 65-ാമത്തെ ചോദ്യം. തീവ്രമായ ശിരോരോഗങ്ങളിൽ ഏറ്റവും യോഗ്യമായ ചികിത്സാരീതി എന്ന വിശേഷണത്തിന് അർഹമായത് താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശിരോവസ്തി. 66-ാമത്തെ ചോദ്യം. താഴെ സൂചിപ്പിക്കുന്നതിൽ അഭ്യംഗം ചെയ്യാൻ പാടില്ലാത്തവർ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കഫരോഗികൾ. 67-ാമത്തെ ചോദ്യം. താഴെ സൂചിപ്പിക്കുന്നവയിൽ രാസായന ഗുണം ഏതുതരം വസ്തുയുടെ ഫലമായി ലഭിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മാതുതൈലിക വസ്തി. 68-ാമത്തെ ചോദ്യം. വാതരോഗങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ശോധന ചികിത്സ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വസ്തി. 69-ാമത്തെ ചോദ്യം. ജളൂകാവതരണത്തിനായി അട്ടയുടെ കടിയിൽ നിന്ന് മോചിപ്പിക്കാൻ അതിന്റെ മുഖത്തേക്ക് വിതറേണ്ട ഔഷധം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ശരിയായ ഉത്തരം ഇന്ദുമ്പു ചൂർണം. 70-ാമത്തെ ചോദ്യം. അമിതമായി സ്ഥിരാവേദം കൊണ്ട് ഒരു രോഗിയിൽ വർദ്ധിക്കുന്ന ദോഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാതം. കഫദോഷ സംബന്ധമായ രോഗങ്ങളുടെ ഏറ്റവും പ്രധാന ശോധന ചികിത്സ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വമനം. 72-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വാതവികാരങ്ങളിൽ നസ്യം ചെയ്യുന്നതിന് ഏറ്റവും യോജിച്ച സമയം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വൈകുന്നേരവും രാത്രിയും. 73-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സൂചനകൾ വായിച്ച് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സൂചന 1. മർശനസ്യം പതിവായി ശീലിക്കാം, എന്നാൽ പഥ്യം കൃത്യമായിരിക്കണം. സൂചന 2. പ്രതിമർശനസ്യം പതിവായി ശീലിക്കാം, പഥ്യനിഷ്ഠകൾ ഒന്നും വേണമെന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സൂചന 2 മാത്രം ശരി. പ്രതിമർശനസ്യം പതിവായി ശീലിക്കാം, പഥ്യനിഷ്ഠകൾ ഒന്നും വേണമെന്നില്ല. 74-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വമനത്തിന്റെ പശ്ചാത്കർമ്മം. ഓപ്ഷൻ എ ശരിയായ ഉത്തരം ധൂമപാനം. 75-ാമത്തെ ചോദ്യം. ബന്ധന രൂപത്തിൽ ചെയ്യുന്ന സ്വേദ ചികിത്സ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉപനാഹസ്വേദം. 76-ാമത്തെ ചോദ്യം. സ്നേഹം ദഹിച്ചോ ഇല്ലയോ എന്ന് സംശയമുണ്ടായാൽ രോഗിക്ക് കുടിക്കാൻ നിർദ്ദേശിക്കുന്ന ഔഷധം ഏതാണ്? ചൂടുവെള്ളം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചൂടുവെള്ളം. 77-ാമത്തെ ചോദ്യം. ഒരിക്കൽ പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്നിഗ്ധതയെ നൽകുന്ന ഔഷധക്കൂട്ടുകൾക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം സദ്യസ്നേഹം. 78-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് രീതിയിലാണ് വസ്തു ചികിത്സയ്ക്കായി രോഗിയെ കിടത്തേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി
ഇടതുവശം ചെരിഞ്ഞ് ഇടതുകാൽ നീട്ടി. 79-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന വാചകങ്ങളിൽ ഏതാണ് ശരി? 1. പനി വരുമ്പോൾ തളം വയ്ക്കാം. 2. പനി വരുമ്പോൾ തളം വയ്ക്കാൻ പാടില്ല. 3. പനി വരുമ്പോൾ നാരങ്ങ നീര്, കരിനൊച്ചി, സ്യരസം തളം നല്ലതാണ്. 4. പനി വരുമ്പോൾ എണ്ണത്തളം നല്ലതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. പനി വരുമ്പോൾ തളം വയ്ക്കാം. 3. പനി വരുമ്പോൾ നാരങ്ങ നീര്, കരിനൊച്ചി, സ്യരസം തളം നല്ലതാണ്. 80-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏത് സന്ദർഭത്തിലാണ് തലപൊതിച്ചിൽ നിഷിദ്ധമായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി എ ആൻഡ് ബി. പനിയുള്ളപ്പോൾ. ബി. കഫദ്രവ്യങ്ങൾ ഉള്ളപ്പോൾ. 81-ാമത്തെ ചോദ്യം. തക്രധാരയ്ക്ക് വേണ്ടി തക്രം ഉണ്ടാക്കുമ്പോൾ വെണ്ണ എത്രത്തോളം കടഞ്ഞു മാറ്റണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പൂർണ്ണമായും കടഞ്ഞു മാറ്റണം. 82-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ധാന്യാമ്ല നിർമ്മാണത്തിൽ ഉൾപ്പെടാത്ത ദ്രവ്യങ്ങൾ ഏവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദശമൂലം. 83-ാമത്തെ ചോദ്യം. ധാരാപാത്തിയുടെ അളവുകോൽ ഏതാണ്? ധാരാപാത്തിയുടെ അളവുകളിൽ ഏതാണ് ശരി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 4 കോൽ നീളം, 1 കോൽ വീതി, 6 വിരൽ ഉയരം. 84-ാമത്തെ ചോദ്യം. ഇവയിൽ ഏതാണ് ധാരാപാത്തി നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അരയാൽ. 85-ാമത്തെ ചോദ്യം. പൈത്തിക അവസ്ഥകളിൽ പിഴിച്ചിൽ തൈലത്തിന്റെ ചൂട് ഏത് അവസ്ഥയിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കോഷ്ണം. 86-ാമത്തെ ചോദ്യം. ധാന്യാമ്ലധാരയിൽ ധാന്യാമ്ലം എത്ര ദിവസം ഒരേ ദ്രവ്യം തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 ദിവസം. 87-ാമത്തെ ചോദ്യം. നിശ്ചിത ഉയരത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് പിഴിഞ്ഞു വീഴ്ത്തിയാൽ ഉണ്ടാകുന്ന ഉപദ്രവ്യങ്ങൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആൻഡ് ബി. ഓപ്ഷൻ എ പനി, ഓപ്ഷൻ ബി ഛർദി. 88-ാമത്തെ ചോദ്യം. തക്രധാരയ്ക്കുള്ള ധാരയുടെ ഉയരം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 അങ്കുലം. 89-ാമത്തെ ചോദ്യം. പിണ്ഡസ്വേദം ചതുർവിധ സ്വേദങ്ങളിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഊഷ്മം. 90-ാമത്തെ ചോദ്യം. നവധാന്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം അകത്തിക്കുരു. 91-ാമത്തെ ചോദ്യം. ചരകാഭിപ്രായ പ്രകാരം അന്നലേപം 13 സ്വേദങ്ങളിൽ ഏതിൽ ഉൾപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സങ്കര. 92-ാമത്തെ ചോദ്യം. ഇലക്കിഴി നിർമ്മിക്കുമ്പോൾ ആദ്യം വറുക്കേണ്ട ഇല ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ എരിക്കില. 93-ാമത്തെ ചോദ്യം. ഇലക്കിഴി ഉണ്ടാക്കുമ്പോൾ പാകം നോക്കുന്നത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തേങ്ങയ്ക്ക് തേൻ നിറമാകുമ്പോൾ. 94-ാമത്തെ ചോദ്യം. മണൽക്കിഴി ചെയ്യുമ്പോൾ കിഴി വയ്ക്കുന്ന വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിഴി കൊണ്ട് കുത്തുക. 95-ാമത്തെ ചോദ്യം. മുട്ടക്കിഴിക്ക് ആവശ്യമായ സാധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചെന്നിനായകം. 96-ാമത്തെ ചോദ്യം. ചൂർണ പിണ്ഡസ്വേദം ഏത് ദോഷശമനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വാത കഫശമനം. 97-ാമത്തെ ചോദ്യം. ഉരോവസ്ഥി ഏത് തരത്തിലുള്ള സ്നേഹപ്രക്രിയയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിചാരണ സ്നേഹം. 98. ജാനു എന്ന സംസ്കൃത പദം കൊണ്ട് അർത്ഥമാക്കുന്ന അവയവം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാൽമുട്ട്. 99-ാമത്തെ ചോദ്യം. നേതിക്രിയ ഏത് അവയവത്തെ ആശ്രയിച്ച് ചെയ്യുന്ന യോഗ ചികിത്സാ രീതിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൂക്ക്. 100-ാമത്തെ ചോദ്യം. പരിചാരകന് ആവശ്യമായ ഗുണങ്ങൾ ഏവ? ശരിയായ ഉത്തരം മുകളിൽ കൊടുത്ത എല്ലാം. അതായത് വിവേചന ശക്തി, മാനസികവും ശാരീരികവുമായ ശുചിത്വം, ക്രിയാക്രമത്തിലുള്ള നിപുണത. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ 1/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ വിശകലനം ചെയ്തത്.
കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണാം. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാവർക്കും നന്ദി.